Hello everyone, welcome to Botany Bunny. കേരള PSC ബയോളജിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസ് സെഷനായിട്ടാണ് ഇന്ന് ബോട്ടണി വഴി നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്കോളജി എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെ കൂടുതലുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അവിടെ ഉള്ള ഓപ്ഷനും എനേബിൾ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അപ്പോഴാണ് അടുത്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമ്മുടെ ടെലിഗ്രാം ചാനലും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും അതുപോലെ തന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സ്റ്റഡി ഗ്രൂപ്പുകളുടെ അപ്ഡേറ്റ്സും എല്ലാം തന്നെ അവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ആ ഒരു ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ഇതല്ലാതെ നിങ്ങൾക്ക് സെർച്ച് ചെയ്തുകൊണ്ടും ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ബോട്ടണി ബണ്ണി എന്ന് തന്നെയാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. അപ്പോൾ അതിലും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബയോളജിസ്റ്റിനായിട്ട് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും റിവിഷൻ ടെസ്റ്റും മോക്ക് ടെസ്റ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ ടോട്ടൽ നമ്മൾ 600+ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് പുതിയ കേരള PSC പാറ്റേൺ അനുസരിച്ചിട്ടായിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും MCQസും എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സെഷൻസ് ആയിരിക്കും ബയോളജിസ്റ്റിന് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ബയോളജിസ്റ്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി ഗ്രൂപ്പിൽ എൻറോൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ മറക്കാതെ തന്നെ നിങ്ങളുടെ പേയ്മെൻറ്റ് തന്നിരിക്കുന്ന നമ്പറിലോട്ട് അയക്കുകയും അതിനുശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് അതേ വാട്സപ്പ് നമ്പറിലോട്ട് അയക്കാനായിട്ടും ശ്രദ്ധിക്കുക. അങ്ങനെ അയക്കുമ്പോൾ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ കോഴ്സിൻ്റെ പേരും കൂടെ സ്പെസിഫൈ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അപ്പോൾ താല്പര്യമുള്ളവർ മറക്കാതെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഓൾറെഡി കുറച്ച് സെഷൻസ് കണ്ടക്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ എക്സാം ഉള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചോദ്യങ്ങളിലൂടെ പഠിച്ചു പോകാനാണ് നമ്മുടെ ഗ്രൂപ്പിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു പോർഷൻസ് നോട്ട് ചെയ്ത് വെക്കുക. ആ ഒരു പോർഷൻസ് കൂടുതൽ സ്ട്രെങ്തോടുകൂടി പഠിക്കാനായിട്ട് ഈ ഒരു ക്വിസും അതുപോലെ തന്നെ റിവിഷൻ ടെസ്റ്റും ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്നതിൽ ഒരു തരത്തിലും ഡൗട്ട് വേണ്ട. ഉടനെ തന്നെ ജോയിൻ ചെയ്ത് നമ്മളോടൊപ്പം പഠിച്ചു തുടങ്ങുക. Each organism has invariably defined range of condition that it can tolerate, diversity in resources it utilizes, and a distinct functional role in ecological system. All these comprise. So, option A, niche, option B, community, option C, habitat, option D, population. So, option A, niche ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ആ ലിവിങ് പ്ലേസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതേസമയം നിച്ചി എന്ന് പറയുന്നത് റിഫ്ലക്ട് ചെയ്യുന്നത് ബയോട്ടിക്കും അതുപോലെ അബയോട്ടിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിന്റെ അസോസിയേഷൻ ആണ് വിത്ത് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. സോ നിച്ചി എന്ന് പറയുന്നതിനെ ബയോട്ടിക് അബയോട്ടിക് ആയിട്ട് ഒരു ഓർഗാനിസത്തിന് ഉണ്ടായിരിക്കുന്ന അസോസിയേഷൻ എന്ന് തന്നെ പറയാം. അപ്പോൾ അതിനകത്ത് ഇൻ ടേംസ് ഓഫ് ഡയറ്റ് ആവാം, റീപ്രൊഡക്ഷൻ ആവാം, അതുപോലെ മറ്റു പല ആക്ടിവിറ്റീസിനും ഒരു ഓർഗാനിസം എങ്ങനെ അതിൻ്റെ എൻവയോൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതുമായിട്ട് അസോസിയേറ്റഡ് ആയിരിക്കുന്നു എന്നതാണ് നിച്ചി എന്നതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. What is the incorrect statement in the following list? താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, കാർബൺ മോണോക്സൈഡ് is a major environmental pollutant. ഓപ്ഷൻ ബി, all pollutants are not waste. ഓപ്ഷൻ സി, nitrogen and magnesium can pollute water. ഓപ്ഷൻ ഡി, lichens are affected by sulfur. So ഇതിനകത്ത് ഇൻകറക്റ്റ് ആയ അല്ലെങ്കിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, all pollutants are not waste എന്നുള്ളതാണ്. Appropriate measures to reduce overall greenhouse gas emissions are the commitments of the option A, Montreal Protocol, option B, Environment Act, option C, Kyoto Protocol, option D, Earth Summit. So option C, ക്യോട്ടോ പ്രോട്ടോകോൾ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഓസോണുമായിട്ടാണ്. ക്യോട്ടോ പ്രോട്ടോകോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസുമായിട്ടാണ് റിലേറ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. പ്രോസസ് ഓഫ് സക്സസ്ഫുൾ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്പീഷീസ് ഇൻ എ ന്യൂ ഏരിയ ഇസ് നോൺ ആസ്. ഓപ്ഷൻ എ, ക്ലൈമാക്സ്, ഓപ്ഷൻ ബി, സെറി, ഓപ്ഷൻ ഡി, ഇൻവാഷൻ. സോ സക്സസ്ഫുൾ ആയി സ്പീഷീസ് ഒരു പുതിയ ഏരിയയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതിന് എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ സി, എക്സിസിസ് എന്നാണ് വിളിക്കുന്നത്. The population of an insect species shows an explosive increase in number during the rainy season followed by its disappearance at the end of the season എന്ന് പറയുന്നത് എന്താണ് കാണിക്കുന്നത്? ഓപ്ഷൻ എ, S shaped അല്ലെങ്കിൽ sigmoid growth of insect. ഓപ്ഷൻ ബി,
population of its predators increase enormously. Option C, food plants mature and die at the end of rainy season. Option D, its population growth curve is of J type. So option D ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലേ, റെയിനി സീസണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുഡും വാട്ടറും ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇൻസെക്ട്സ് ഗ്രോ ചെയ്യുന്നതായിട്ടും അവരുടെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കും. പക്ഷെ റെയിനി സീസൺ കഴിയുമ്പോൾ ഫുഡും വാട്ടറും ഒക്കെ അക്യുറേറ്റ് ആയിട്ട് അവർക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ ഇൻസെക്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തന്നെ മരിച്ചു പോകുന്നുണ്ട്. ജെ ഷേപ്ഡ് കർവ് എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഒരു കർവാണ്. അതായത് പെട്ടെന്ന് ഇൻക്രീസ് ആവുന്ന ഒരു കർവാണ് നമ്മുടെ ഇൻസെക്ട്സിൽ, റെയിനി സീസണിൽ ഉണ്ടാവുന്ന ഇൻസെക്ട്സിൽ. ഇയാമ്പാറ്റ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, അതിലൊക്കെ നമുക്ക് ജെ ഷേപ്ഡ് ആയിട്ടുള്ള എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള കർവാണ് കാണാനായിട്ട് സാധിക്കുന്നത്. The main pollutant in air is option A, CO2, option B, carbon monoxide, option C, N2, option D, sulfur. മെയിൻ ആയിട്ടുള്ള പൊല്യൂട്ടന്റ് ഇൻ എയർ എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. അതിന്റെ കെമിക്കൽ ചിഹ്നം എന്ന് പറയുന്നത് എന്താണ്, CO ആണ്. Geometric representation of age structure is a characteristic of option A, ecosystem, option B, landscape, option C, population, option D, biotic community. So geometric representation of age structure എന്ന് പറയുന്നത് പോപ്പുലേഷന്റെ ക്യാരക്ടർ ആണ്. സോ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. Praying mantis is a good example of option A, camouflage, option B, Mullerian mimicry, option C, warning coloration, option D, social insects. So praying mantis എന്ന് പറയുന്നത് camouflageന് ഒരു എക്സാമ്പിൾ ആണ്. സോ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. Camouflage എന്ന് പറയുന്നതിനെ ക്രിപ്റ്റിക് കളറേഷൻ എന്നും വിളിക്കാറുണ്ട്. ഇവിടെ ഓർഗാനിസം അതിന്റെ എൻവയോൺമെന്റുമായിട്ട് ചേർന്ന ഒരു കളറേഷൻ ആണ് കാണിക്കുന്നത്. ഇതൊരു തരം ഡിഫൻസ് മെക്കാനിസം ആണ്. അപ്പൊ പ്രിഡേറ്ററിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പ്രേ ഇതുപോലൊരു മെക്കാനിസം കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ പ്രേയിങ് മാൻറ്റിസ് എന്ന് പറയുന്നതാണ്. പ്രേയിങ് മാൻറ്റിസ് എന്ന് പറയുന്നത് അവരുടെ കൈകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അല്ലെ, ഒരു പ്രേയിങ് പോസ്റ്ററിലാണ് നമുക്ക് പ്രേയിങ് മാൻറ്റിസിനെ കാണാൻ സാധിക്കുക. അതുകൊണ്ടാണ് അവർക്ക് ആ പേരും വന്നിരിക്കുന്നത്. Organisms that can tolerate and thrive in a wide range of temperature എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ യൂറൽതെർമിക്, ഓപ്ഷൻ ബി യൂറോതെർമിക്, ഓപ്ഷൻ സി സ്റ്റീനോതെർമിക്, ഓപ്ഷൻ ഡി യൂറിതെർമിക്. സോ ഓപ്ഷൻ ഡി യൂറിതെർമിക് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. സ്റ്റീനോതെർമിക് ആണെങ്കിൽ അവർക്ക് എന്താണ്, അവർ ടോളറേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറുടെ റേഞ്ച് എന്ന് പറയുന്നത് വളരെയധികം നാരോ ആയിരിക്കും. A stage of suspended development in zooplanktons. zooplanktonsൽ കാണാൻ സാധിക്കുന്ന സസ്പെൻഡഡ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജിനെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ ഹിബർനേഷൻ, ഓപ്ഷൻ ബി ആസ്റ്റിവേഷൻ, ഓപ്ഷൻ സി ഡോർമെൻസി, ഓപ്ഷൻ ഡി ഡയാപോസ്. സോ ഓപ്ഷൻ ഡി ഡയാപോസ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. In bacteria, fungi and lower plants, various kind of thick walled spores നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ സ്പോറുകൾ അൺഫേവറബിൾ ആയ സിറ്റുവേഷനിൽ സർവൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരാണ് പിന്നീട് സ്യൂട്ടബിൾ ആയ എൻവയോൺമെന്റ് വരുമ്പോൾ പതിയെ ജെർമിനേറ്റ് ചെയ്ത് പുതിയൊരു ഓർഗാനിസത്തെ അല്ലെങ്കിൽ പുതിയ ഒരു ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പറയാം. അതുപോലെയാണ് ഹയർ പ്ലാന്റ്സിൽ അതുപോലെ സീഡിനകത്തൊക്കെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് അവർ സ്ട്രെസ് ഉള്ള സമയത്ത് ഡിസ്പേഴ്സ് ചെയ്യാതെ ജെർമിനേറ്റ് ചെയ്യാതെ അൺഫേവറബിൾ കണ്ടീഷനിൽ എന്തായിരിക്കും, ഡോർമെന്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം ഫേവറബിൾ ആയ കണ്ടീഷൻ വരുമ്പോൾ അതുപോലെ മോയ്സ്ചറും ടെമ്പറേച്ചറും ഒക്കെ ലഭിക്കുന്ന ഒരു സ്റ്റേജ് വരുമ്പോൾ അവർ ആ ഡോർമെൻസിയിൽ നിന്ന് വിട്ടിട്ട് പിന്നെയും ജെർമിനേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനൊരു തരം സ്ട്രെസ്സിനെ എസ്കേപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ ബിയറിനകത്തൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ഹിബർനേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് ചെയ്യുന്നത് വിന്റർ സീസണിലായിരിക്കും ഈ ഹിബർനേഷൻ എന്ന് പറയുന്നത് ചെയ്യുന്നത്. സോ ഇതൊരു എസ്കേപ്പ് ടൈം ആയിട്ട് തന്നെ പറയാനായിട്ട് സാധിക്കും. അതേസമയം സ്നെയിൽസും ഫിഷസും ഒക്കെ ആസ്റ്റിവേഷൻ ആണ് ചെയ്യുന്നത്. സമ്മർ റിലേറ്റഡ് ആയ പ്രോബ്ലംസ്, ഹീറ്റ്, ഡെസിക്കേഷൻ ഇതിനെയൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് ഫിഷ് അതുപോലെ സ്നെയിൽസ് ഒക്കെ ചെയ്യുന്നതിനെയാണ് ആസ്റ്റിവേഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഹിബർനേഷൻ എന്ന് പറയുന്നത് ബിയറിനൊക്കെ ചെയ്യുന്ന ഒരു വിന്റർ എസ്കേപ്പ് ആണ് ഹിബർനേഷൻ എന്ന് പറയുന്നത്.
അതുപോലെ അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ സൂപ്ലാങ്ക്ടൺ സ്പീഷീസ് ഇൻ ലേക്സ് പോൺസ് ഒക്കെ ഡയാപോസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് സ്റ്റേജ് ഓഫ് സസ്പെൻഡഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഫോർമുല ഫോർ എക്സ്പോണൻഷ്യൽ പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് ഓപ്ഷൻ എ dn by rn is equal to dt, option b dt by dn is equal to rn, option c dn by dt is equal to rn, option d rn by dn is equal to dt. So ഇത് കണ്ടിട്ട് പേടിക്കണ്ട. ഫോർമുല ഫോർ എക്സ്പോണൻഷ്യൽ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് ഓപ്ഷൻ സി dn by dt is equal to rn എന്നുള്ളതാണ്. ഇവിടെ r എന്ന് പറയുന്നത് ബയോട്ടിക് പൊട്ടൻഷ്യലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. n എന്ന് പറയുന്നത് എന്താണ്? n എന്ന് പറയുന്നത് പോപ്പുലേഷൻ സൈസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ dn by dt is equal to rn എന്നുള്ളതാണ് എക്സ്പോണൻഷ്യൽ പോപ്പുലേഷൻ ഗ്രോത്തിന്റെ ഫോർമുല എന്ന് പറയുന്നത്. A sedentary sea anemone get attached to the shell lining of hermit crab. The association is called option A symbiosis, option B amensalism, option C ectoparasitism, option D commensalism. So sedentary ആയ sea anemone ഷെൽ ലൈനിങ് ഓഫ് ഹെർമിറ്റ് ക്രാബുമായിട്ട് അറ്റാച്ച്ഡ് ആവുന്ന അസോസിയേഷനെ വിളിക്കുന്ന പേര് ഓപ്ഷൻ ഡി കമൻസാലിസം എന്നുള്ളതാണ്. കമൻസാലിസത്തിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരു സ്പീഷീസ് ബെനിഫിറ്റഡ് ആവുകയും മറ്റൊന്ന് ഹാം ആവുകയോ ബെനിഫിറ്റഡ് ആവുകയോ ചെയ്യുന്നില്ല. അത്തരത്തിലൊരു ബന്ധത്തിനെയാണ് കമൻസാലിസം എന്ന് വിളിക്കുന്നത്. ഇനി അമൻസാലിസം എന്ന് പറയുന്നത് എന്താണ്? അമൻസാലിസം എന്ന് പറയുന്നത് ഇറ്റ്സ് an association between organisms of two different species. ഇവിടെ ഒന്നെന്ന് പറയുന്നത് ഡിസ്ട്രോയിഡ് ആവുന്നുണ്ട്, മറ്റൊന്ന് ഒരു തരത്തിലും എഫക്റ്റഡ് ആവുന്നില്ല. അത്തരത്തിലൊരു ബന്ധത്തിനെയാണ് അമൻസാലിസം എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അതേസമയം സിംബയോട്ടിക് റിലേഷൻഷിപ്പിൽ നോക്കുകയാണെങ്കിൽ രണ്ട് ഓർഗാനിസത്തിനും രണ്ടും മ്യൂച്വൽ ആയിട്ട് ബെനിഫിറ്റഡ് ആവുന്നുണ്ട്. അതിനെയാണ് സിംബയോസിസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഒന്നല്ലെങ്കിൽ ഫുഡോ ഷെൽട്ടറോ ഒക്കെ ആവാം, അതിന് പകരമായിട്ട് ഡിഫൻസോ അങ്ങനെ എന്തെങ്കിലും മ്യൂച്വൽ ബെനിഫിറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് സിംബയോസിസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. എക്ടോപാരസൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ എക്സ്റ്റേണൽ ആയിട്ട് വന്ന് നമ്മളെ പാരാസൈറ്റിക് എഫക്റ്റ് തരുന്ന ഓർഗാനിസത്തിനെയാണ് എക്ടോപാരസൈറ്റ് എന്ന് വിളിക്കുന്നത്. അവർ കാണിക്കുന്ന ബിഹേവിയറിനെയാണ് എക്ടോപാരസൈറ്റിസം എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ പേന്, അതുപോലെ മോസ്കിറ്റോസ്, ഇതൊക്കെ എക്ടോപാരസൈറ്റ്സിന് എക്സാമ്പിൾ ആണ്. കാർബൺ മോണോക്സൈഡ് CO is harmful to humans because option A it forms carbolic acid, option B it generates excess CO2, option C it is carcinogenic, option D it competes with O2 for hemoglobin. So carbon monoxide എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻസിന് ഹാംഫുൾ ആവുന്നത് when it is going to compete with O2 for hemoglobin. അങ്ങനെ കാർബൺ മോണോക്സൈഡും ഹീമോഗ്ലോബിനും തമ്മിൽ ചേരുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്നത് കാർബോക്സി ഹീമോഗ്ലോബിൻ ആണ്. അത് വളരെയധികം ഹാംഫുൾ ആണ്. A high density of elephant population in an area can result in option A predation on one another, option B interspecific competition, option C mutualism, option D intraspecific competitions. High density of elephant population in an area എന്ന് പറയുന്നത് റിസൾട്ട് ചെയ്യുന്നത് ഓപ്ഷൻ ഡി ഇൻട്രാസ്പെസിഫിക് കോമ്പറ്റീഷനിലാണ്. ഇൻട്രാസ്പെസിഫിക് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ കോമ്പറ്റീഷൻ നടക്കുന്നത് ഒരേ സ്പീഷീസ് തമ്മിലാണ്. നമുക്കറിയാം തന്നിരിക്കുന്ന കണ്ടീഷനിൽ ഹൈ ഡെൻസിറ്റി ഓഫ് എലിഫന്റ് പോപ്പുലേഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു കണ്ടീഷനിൽ ആ എലിഫൻസ് തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? കോമ്പറ്റീഷൻ നടത്തപ്പെടുന്നത്. അങ്ങനെ കോമ്പീറ്റ് ചെയ്യുന്നത് ഫുഡിന് വേണ്ടിയിട്ടായിരിക്കാം, മെയ്റ്റിന് വേണ്ടിയിട്ടായിരിക്കാം. ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ, അതായത് ഒരേ സ്പീഷീസ് തമ്മിലുള്ള കോമ്പറ്റീഷനെയാണ് ഇൻട്രാസ്പെസിഫിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അതേസമയം ഇന്റർസ്പെസിഫിക് കോമ്പറ്റീഷനിൽ ഇവിടെ കോമ്പറ്റീഷൻ ചെയ്യുന്നത് പല സ്പീഷീസ് ചേർന്നിട്ടാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സിംഹവും പുലിയും തമ്മിൽ മാനിന് വേണ്ടി അടിയുണ്ടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് നമ്മൾ വിളിക്കുന്നത് ഇന്റർസ്പെസിഫിക് കോമ്പറ്റീഷൻ എന്നായിരിക്കും. ഇനി ഇൻട്രാസ്പെസിഫിക് കോമ്പറ്റീഷനിൽ സെയിം സ്പീഷീസ് ആണ് കോമ്പറ്റീഷൻ ചെയ്യുന്നത്. അത് ചിലപ്പോൾ റിസോഴ്സസിന് വേണ്ടിയിട്ടാവും, ഫുഡ്, മീറ്റിംഗ് ഇങ്ങനെയുള്ള റിക്വയർമെന്റ്സിന് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഹൈ ഡെൻസിറ്റി ഓഫ് എലിഫന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നടക്കുന്നത് എന്താണ്? ഇൻട്രാസ്പെസിഫിക് ആയ ഒരു കോമ്പറ്റീഷൻ ആണ്. In ecological succession, the intermediate developmental phase is known as option A excesses, option B climax, option C
ന്യൂഡേഷൻ, ഓപ്ഷൻ ഡി സെറി. സോ എക്കോളജിക്കൽ സക്സഷനിൽ ഇന്റർമീഡിയറ്റ് ഡെവലപ്മെന്റ് ഫേസിനെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ ഡി സെറി എന്നാണ് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റൽ ഫേസിനെ വിളിക്കുന്നത്. വിച്ച് പൊല്യൂഷൻ കോസസ് ഫോട്ടോകെമിക്കൽ സ്മോഗ്? ഇതിനകത്ത് ഏത് പൊല്യൂഷൻ ആണ് ഫോട്ടോകെമിക്കൽ സ്മോഗിന് കാരണമാകുന്നത്? ഓപ്ഷൻ എ സോയിൽ, ഓപ്ഷൻ ബി വാട്ടർ, ഓപ്ഷൻ സി എയർ, ഓപ്ഷൻ ഡി നോയ്സ്. സോ ഫോട്ടോകെമിക്കൽ സ്മോഗിന് റെസ്പോൺസിബിൾ ആയ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി എയർ ആണ്. ദിസ് ഈസ് ട്രൂ അബൌട്ട് സെക്കൻഡറി സക്സഷൻ. സോ ചുവടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ശരിയായ സെക്കൻഡറി സക്സഷനെ കുറിച്ച് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഫോളോസ് primary succession, option B takes place on a deforested site, option C is similar to primary succession except that it has relatively slower phase, option D begins on a bare rock. സോ സെക്കൻഡറി സക്സഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ടേക്സ് പ്ലേസ് ഓൺ ഡീഫോറസ്റ്റഡ് സൈറ്റ് എന്നുള്ളതാണ്. എസ്സെറി ഓർ സീരിയൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് ഡെവലപ്മെന്റൽ സ്റ്റേജുകളായി തന്നെ പറയാൻ സാധിക്കും. എക്കോളജിക്കൽ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഡെവലപ്മെന്റിന്റെ പല സ്റ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം സ്റ്റാർട്ടിംഗ് സ്റ്റേജ്, അതാണ് പയോനിയർ എന്ന് പറയുന്നത്. അവിടുന്ന് ക്ലൈമാക്സ് സ്റ്റേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ സെറി എന്നതിനെ നമുക്ക് പ്രൈമറി സക്സഷൻ എന്നും സെക്കൻഡറി സക്സഷൻ എന്നും വിളിക്കാവുന്നതാണ്. പ്രൈമറി സക്സഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു തരത്തിലും വെജിറ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു സ്ഥലത്തോട്ടാണ് പുതിയതായിട്ട് തുടക്കം തൊട്ടിട്ട് എന്ത് ചെയ്യുന്നത്, സക്സഷൻ ആരംഭിക്കുന്നത്. അതായത് ചെടി മുളച്ച് ഓരോന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്ന് ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതേസമയം സെക്കൻഡറി സക്സഷൻ എന്ന് പറയുമ്പോൾ മുന്നേ ഉണ്ടായിരുന്ന പ്ലേസിൽ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് കാരണം ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയും തുടർന്ന് എഗെയിൻ അവിടെ റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് സെക്കൻഡറി സക്സഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ സോയിലാണ് ഇവിടെ സെക്കൻഡറി സക്സഷൻ നടക്കുന്നത്. അതേസമയം പ്രൈമറി സക്സഷനിൽ വെജിറ്റേഷനോ സോയിലിൻ്റെതായ സപ്പോർട്ടോ ഒന്നും തന്നെ ഇല്ല. ലൈക്കൻസ്, അതുപോലെ ആൽഗി ഇങ്ങനെ തുടങ്ങിയ ലോവർ ഓർഗാനിസംസ് ആണ് പ്രൈമറി സക്സഷനിൽ ആദ്യം വരുന്നത്. Order of basic process involved in succession is option A invasion, stabilization, competition and coaction, reaction, nudation. Option B nudation, stabilization, competition and coaction, invasion, reaction. Option C invasion, nudation, competition and coaction, reaction, stabilization. Option D nudation, invasion, competition and coaction, reaction, സ്റ്റെബിലൈസേഷൻ. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. എക്കോളജിക്കൽ സക്സഷനിൽ 5 സ്റ്റേജുകളാണുള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റേജാണ് ന്യൂഡേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ന്യൂഡായ അല്ലെങ്കിൽ ബെയർ ആയിട്ടുള്ള ഒരു ഏരിയയുടെ ഫോർമേഷൻ ആണ് ആദ്യം തന്നെ നടക്കുന്നത്. ഫ്ലഡിങ് കാരണോ ഇറോഷൻ കാരണോ എന്തെങ്കിലും ലാൻഡ് സ്ലൈഡ് കാരണോ ഇറപ്ഷൻ വോൾക്കാനിക് ആയ ഇറപ്ഷൻ കാരണോ അത് ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ റീസൺസ് ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ നാച്ചുറൽ ആയ എന്തെങ്കിലും റീസൺസ് ആവാം. ഇത് കാരണമാണ് ന്യൂഡേഷൻ സംഭവിക്കുന്നത്. പിന്നെ വരുന്നത് ഇൻവേഷൻ ആണ്. ഇൻവേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ അറൈവൽ ഓഫ് പ്രൊപ്പഗ്യൂൾസ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ബോഡീസ് ഓഫ് ഡിഫറെൻറ്റ് ഓർഗാനിസംസ് ബെയർ ഏരിയയിൽ സെറ്റിൽ ആയിട്ട് വരുന്നതിനെയാണ് ഇൻവേഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ആൻഡ് കോവാക്ഷൻ ആണ്. കോമ്പറ്റീഷൻ ആൻഡ് കോവാക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ഇൻവേസീവ് ആയ സ്പീഷീസിന്റെ പോപ്പുലേഷൻ ഇൻക്രീസ് ആവുക എന്നുള്ളതാണ്. ആ ലിമിറ്റഡ് ആയ സ്പീഷീസിൽ കോമ്പറ്റീഷനും കോവാക്ഷനും നടക്കുന്നുണ്ട്. പല സ്പീഷീസ് വരും അല്ലേ, അവർ തമ്മിൽ എന്ത് ചെയ്യും, കോമ്പറ്റീഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ഏരിയയ്ക്ക് വേണ്ടിയിട്ടും റിക്വയർമെന്റ്സിന് വേണ്ടിയിട്ടും. കാരണം അതൊരു പുതിയ ഏരിയ ആണ് അല്ലേ, അതുകൊണ്ട് തന്നെ അവിടെ കോമ്പറ്റീഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫുഡിനും റിസോഴ്സസിനൊക്കെ വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം റിയാക്ഷൻ ആണ്. അതായത് ഗ്രോ ചെയ്യുന്നത് അവരുടേതായ സ്പേസിൽ അവരെന്നെ അഡ്ജസ്റ്റ് ആയി എൻവയോൺമെന്റുമായിട്ട് അവർ പൊരുത്തപ്പെട്ട് പതിയെ റിയാക്ഷൻ ചെയ്ത് അവരുടെ ആ ഏരിയയിലുള്ള ടെമ്പറേച്ചറും ലാൻഡും വാട്ടറും സോയിലും അതിനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റേബിൾ കണ്ടീഷനിൽ പതിയെ വരുന്നതിനെയാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അതുമായിട്ട് പൊരുത്തപ്പെടാനുള്ള റിയാക്ഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്.
അവിടുന്ന് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റെബിലൈസേഷൻ അഥവാ ക്ലൈമാക്സ് ആണ്. ഇതാണ് ഫൈനൽ സ്റ്റേജ് അല്ലെങ്കിൽ ടെർമിനൽ സ്റ്റേജ് ഓഫ് എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത്. ഈ ടെർമിനൽ അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജിനെയാണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാസ് ലാൻഡുകൾ, ഫോറസ്റ്റുകൾ, കോറൽ റീഫുകൾ ഇതൊക്കെ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് പറയപ്പെടുന്നത്. നമുക്കറിയാം അല്ലേ, രണ്ട് ടൈപ്പിലാണ് സക്സഷൻ ഉള്ളത്. പ്രൈമറി സക്സഷൻ ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി സക്സഷൻ ഉണ്ട്. അപ്പോൾ പ്രൈമറി സക്സഷന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവിടെ ന്യൂട്രീഷൻ കംപ്ലീറ്റ് ആയിട്ടും ഒരു തരത്തിലും ജീവനും ജീവജാലങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയയിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, സക്സഷൻ ആരംഭിക്കുന്നത്. ഇവിടെ ബെയർ റോക്ക് ആദ്യം ഉണ്ടാവും, അതിനുശേഷം അവിടെ പതിയെ ലൈക്കൻസ് ഒക്കെ വരുന്നുണ്ട്. ലൈക്കൻസിന് ശേഷം പിന്നെ ചെറിയ ആനുവൽ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് ഗ്രാസുകൾ, പെരിനിയൽസ് ഒക്കെ ഉണ്ടാവും. പതിയെ ഷ്രബുകളാവും. അതുപോലെ ഷെയ്ഡിനെ ഇൻടോളറേറ്റ് ചെയ്യുന്ന സ്പീഷീസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പൈന് പോലെയുള്ള ട്രീസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം ഫൈനൽ ആയിട്ടാണ് വലിയ വലിയ ട്രീസും അതുപോലെ ഷെയ്ഡിനെയും ടോളറേറ്റ് ചെയ്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ പയനിയർ സ്പീഷീസ് ഉണ്ടാവുന്നുണ്ട്, ദെൻ ഇന്റർമീഡിയറ്റ് സ്പീഷീസ് ഉണ്ടാവുന്നുണ്ട്, ദെൻ ഫൈനൽ ആയിട്ടാണ് നമ്മുടെ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഉണ്ടാവുന്നത്. ഇത് പെട്ടെന്നൊന്നും നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല. ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് ഒരു സക്സഷൻ രൂപപ്പെടുന്നത്. പക്ഷെ ഇത് തന്നെ സെക്കൻഡറി സക്സഷനിലോട്ട് വരുമ്പോൾ ഇവിടെ മുന്നേ ഉണ്ടായിരുന്ന സ്റ്റേബിളായ ഒരു ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്തെങ്കിലും ഒരു ഫ്ലഡോ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ഫയറോ ക്യാച്ച് ചെയ്തുകൊണ്ട് അത് ഇല്ലാണ്ടാവുമ്പോൾ അതിനുശേഷം ഉണ്ടാവുന്നതാണ് സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ടാണല്ലോ ഇവിടെ സക്സഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 1-2 വർഷത്തിനുള്ളിൽ തന്നെ ബെയർ റോക്കിനകത്ത് പെട്ടെന്ന് മുള പൊന്തുന്നുണ്ട്. അതിനുശേഷം ഗ്രാസ്, പെരിനിയൽസ്, ഷ്രബുകൾ, പൈൻസ്, അതുപോലെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഹിക്കറി ഫോറസ്റ്റ്, ഫൈനൽ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഒക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്നുണ്ട്. കമ്പയർഡ് വിത്ത് പ്രൈമറി സക്സഷൻ, സെക്കൻഡറി സക്സഷൻ എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ ഫാസ്റ്റ് ആയിട്ടാണ് നടക്കുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും. Spraying DDT on crops cause pollution of option A, air only, option B, air and soil only, option C, air, soil and water, option D, air and water only, option C, air, soil and water only ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. സോ സ്പ്രേയിങ് ഓഫ് DDT on crops എന്ന് പറയുന്നത് പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് എയറിനും സോയിലിനും അതുപോലെ വാട്ടറിനും കൂടിയിട്ട് തന്നെയാണ്. In ecological succession, the final stable community is known as, നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഓപ്ഷൻ എ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി, ഓപ്ഷൻ ബി അൾട്ടിമേറ്റ് കമ്മ്യൂണിറ്റി, ഓപ്ഷൻ സി ഫൈനൽ കമ്മ്യൂണിറ്റി, ഓപ്ഷൻ ഡി സീരിയൽ കമ്മ്യൂണിറ്റി. സോ എക്കോളജിയിൽ ഫൈനൽ ആയിട്ടുള്ള സ്റ്റേജ് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേബിൾ ആയ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിനെയാണ് ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അതാണ് ഫൈനലായ സ്റ്റേബിളായ ആ ഒരു സക്സഷന്റെ ഫൈനൽ ഒരു എയിം എന്ന് പറയുന്നത്. Lithosphere serves as a reservoir for option A, nitrogen cycles, option B, carbon cycles, option C, oxygen cycles, option D, phosphorus cycles. Lithosphere serves as a reservoir for എന്ന് പറയുകയാണെങ്കിൽ ഓപ്ഷൻ ഡി ഫോസ്ഫറസ് സൈക്കിളിൻ്റെതാണ്. നമുക്കറിയാം എർത്തിന് 4 ലെയേഴ്സ് ആണുള്ളത്. ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ലാൻഡ് ആണ് ഉദ്ദേശിക്കുന്നത്. ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത് വെള്ളമാണ്. ബയോസ്ഫിയർ ആണ് ലിവിങ് ആയിട്ടുള്ളത്. അറ്റ്മോസ്ഫിയർ ആണ് എന്ത്, എയർ എന്ന് പറയുന്നത്. സോ ലിത്തോസ്ഫിയർ ഓഫ് എർത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ക്രസ്റ്റും അതുപോലെ അപ്പർ മോസ്റ്റ് ആയിട്ടുള്ള മാൻഡിലുകളുമാണ്. അപ്പോൾ ഇവരാണ് എന്ത് ചെയ്യുന്നത്, എർത്തിന്റെ ലെയറിനെ ഉണ്ടാക്കുന്നത്. ഹാർഡായിട്ടും റിജിഡ് ആയിട്ടുള്ള ലെയറിനെ ഉണ്ടാക്കുന്നത് ഈ ലിത്തോസ്ഫിയർ വഴിയായിട്ടാണ്. ഈ ലിത്തോസ്ഫിയറിനെയാണ് റിസർവോയർ ഓഫ് ഫോസ്ഫറസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോൾ ലാർജസ്റ്റ് റിസർവോയർ ഓഫ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് ആരാണ്, സെഡിമെന്ററി റോക്കുകളാണ്. അപ്പോൾ അതും ഒന്ന് ആലോചിച്ച് വെക്കുക. ലാർജസ്റ്റ് റിസർവോയർ ഓഫ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് ആരാണ്, സെഡിമെന്ററി റോക്കുകളാണ്. The major aerosol pollutant in jet emulsions is, മേജർ ആയ എയറോസോൾ പൊല്യൂട്ടൻ ഇൻ ജെറ്റ് എമൽഷൻ എന്ന് പറയുന്നത് ആരാണ്? ഓപ്ഷൻ എ സൾഫർ ഡയോക്സൈഡ്, ഓപ്ഷൻ ബി കാർബൺ മോണോക്സൈഡ്, ഓപ്ഷൻ സി മീത്തേൻ, ഓപ്ഷൻ ഡി ഫ്ലൂറോ കാർബൺ. സോ ജെറ്റ് എമൽഷൻസിൽ വരുന്ന മേജർ ആയ എയറോസോൾ പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഫ്ലൂറോ കാർബൺ ആണ്. എയറോസോൾ എന്ന് പറയുന്നത് എന്താണ്? എയറോസോൾ എന്ന് പറയുന്നത് മൈന്യൂട്ട് ആയ പാർട്ടിക്കിൾസ് ആണ്. അവർ പ്രഷറും അതുപോലെ എയറിനകത്ത് സസ്പെൻഡ് ചെയ്യുമ്പോഴാണ് ഇവർ സസ്പെൻഡഡ് ആവുകയോ അല്ലെങ്കിൽ റിലീസ് ആവുകയോ ഒക്കെ ചെയ്യുന്നത്. ഇവർ സോളിഡ് പാർട്ടിക്കിൾസ് ആവാം അല്ലെങ്കിൽ ലിക്വിഡ് ഡ്രോപ്ലെറ്റുകളാവാം. നാച്ചുറൽ ആയ എയറോസോൾ എന്ന് പറയുന്നത് ഫോഗായോ ഡസ്റ്റായോ
ഫോറസ്റ്റിന്റെ എക്സുഡേറ്റുകളായോ ജെസ്റ്റർ സ്റ്റീമുകളായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആന്ത്രോപോജനിക് ആയ എയറോസോൾ എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ എന്താണ് ഹാംഫുൾ ആയിട്ട് പറയാൻ സാധിക്കും. അതുമാത്രമല്ല ഈ ആന്ത്രോപോജനിക് ആയ എയറോസോൾ എന്ന് പറയുന്നത് കുറച്ചുകൂടെ പെർസിസ്റ്റന്റ് ആയിട്ട് ലോങ്ങർ ഡ്യൂറേഷനിൽ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിന് എക്സാമ്പിളുകളാണ് സ്മോക്ക്, അതുപോലെ പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്നൊക്കെ പറയുന്നത്. സോ എമിഷൻ ഒക്കെ ചെയ്യുമ്പോൾ, അതായത് ജെറ്റിൽ നിന്നും എമിഷൻ ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ടും കാണാൻ സാധിക്കുന്നത് ഫ്ലൂറോ കാർബണുകളെയാണ്. അവരെയാണ് ഇമൻസ് പ്രഷറിലും അതുപോലെ ഒക്കെ എമിറ്റ് ചെയ്യപ്പെടുന്നത് ഈ ഫ്ലൂറോ കാർബണുകളെയാണ്. അപ്പോൾ ഇതുവഴിയായിട്ടാണ് ഒരു പ്രൊപ്പൽഷൻ, എഞ്ചിന് ഒരു പ്രൊപ്പൽഷൻ കൊടുക്കുന്നത് ഈ ഫ്ലൂറോ കാർബണിന്റെ എമിഷൻ ഒക്കെ വഴിയായിട്ടാണ്. Number of birth during a given period in a population that are added to the initial density. Number of birth during a given period in a population that are added to initial density. So option A വന്നിട്ട് emigration ആണ്, option B natality, option C immigration, option D mortality. സോ ഓപ്ഷൻ ബി നാറ്റാലിറ്റി ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ബർത്ത് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് പോപ്പുലേഷനിൽ ആഡ് ചെയ്യപ്പെടുന്നത്, ഇനീഷ്യൽ ഡെൻസിറ്റിയോട് ആഡ് ചെയ്യപ്പെടുന്നതിനെ നമ്മൾ നാറ്റാലിറ്റി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ മോർട്ടാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? മോർട്ടാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡെത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു പോപ്പുലേഷനിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഡെത്തുകളെയാണ് മോർട്ടാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ എത്രമാത്രം മരണനിരക്ക് സംഭവിക്കുന്നുണ്ട്, അതാണ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. നാറ്റാലിറ്റി എന്താണ്? നമ്പർ ഓഫ് ബർത്ത് ആണ്. ഒരു ഗിവൺ പീരീഡിനകത്ത് നടക്കുന്ന നമ്പർ ഓഫ് ബർത്തുകളാണ്. അവിടെ ഇനീഷ്യൽ ഡെൻസിറ്റിയോട് ഒരു പോപ്പുലേഷനിലോട് നാറ്റാലിറ്റി ജനനം ഉണ്ടാവുമ്പോൾ അവിടെ നമ്പർ ഓഫ് പീപ്പിൾ എന്താവുന്നുണ്ട്? ആഡ് ആവുന്നുണ്ട് അല്ലേ? ഇനി ഇമിഗ്രേഷൻ എന്നാൽ എന്താണ്? ഇമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് സെയിം സ്പീഷീസ് എന്ന് പറയുന്നത് ആ ഒരു ഹാബിറ്റാറ്റിലോട്ട് വരുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇനി എമിഗ്രേഷൻ എന്താണ്? എമിഗ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ പോപ്പുലേഷൻ ആ ഹാബിറ്റാറ്റിൽ നിന്ന് പോകുന്നതിനെയാണ് എമിഗ്രേഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ദിസ് ഈസ് നോട്ട് എ ക്ലൈമാക്സ് വെജിറ്റേഷൻ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിലകത്ത് ക്ലൈമാക്സ് വെജിറ്റേഷൻ അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഗ്രാസസ്, ഓപ്ഷൻ ബി സവണ്ണ, ഓപ്ഷൻ സി ഫോറസ്റ്റ്, ഓപ്ഷൻ ഡി ഹൈഡ്രോഫൈറ്റ്സ്. സോ ക്ലൈമാക്സ് വെജിറ്റേഷൻ അല്ലാത്തത് അല്ലെങ്കിൽ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റിയിൽ പെടാത്തത് ഓപ്ഷൻ ഡി ഹൈഡ്രോഫൈറ്റ്സ് ആണ്. The region that lies above the troposphere up to 50 km in distance is called option A mesosphere, option B stratosphere, option C troposphere, option D thermosphere. So region that lies above the troposphere up to 50 km in distance എന്നതിനെ വിളിക്കുന്നത് ഓപ്ഷൻ ബി സ്ട്രാറ്റോസ്ഫിയർ എന്നാണ്. അപ്പോൾ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറിൽ ട്രോഫോസ്ഫിയറിലാണ് നമ്മുടെ ഹോട്ട് എയർ ബലൂൺ, ജെറ്റ് ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ പോകുന്നത്. ഇനി അതിനുശേഷം വരുന്നതാണ് എന്ത്? സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയറിന്റെ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? 20 to 50 കിലോമീറ്റേഴ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ട്രോഫോസ്ഫിയറിന് മേലെ ആയിട്ടാണ് എന്ത്? സ്ട്രാറ്റോസ്ഫിയർ ലൊക്കേറ്റഡ് ആയിരിക്കുന്നത്. ഇവിടെയാണ് എന്ത്? ഓസോൺ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷമാണ് മീസോസ്ഫിയർ ഉള്ളത്. അതിനുശേഷം തെർമോസ്ഫിയർ ഉണ്ട്. ദെൻ എക്സോസ്ഫിയർ ആണ് നമ്മുടെ സ്പേസ് സ്റ്റേഷൻസും ഒക്കെ വരുന്ന ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. Ozone is thicker at option A equator, option B poles, option C mountains, option D sea. ഓസോണിനെ നമുക്ക് തിക്കർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി പോൾസിലാണ് നമുക്ക് ഓസോണിനെ തിക്കർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അതിന് കാരണം എന്താണ്? ഫോട്ടോ കെമിക്കലായ ഡിപ്ലീഷൻ എന്ന് പറയുന്നത് പോൾസിൽ കുറവായതുകൊണ്ടാണ് ഓസോൺ അവിടെ തിക്കർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഓസോൺ ഡിപ്ലീഷന് എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ, അതുപോലെ കാർബൺ ടെട്രാക്ലോറൈഡ്, മീത്തൈൽ ബ്രോമൈഡ്, ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ ഇതൊക്കെയാണ് മെയിനായിട്ടും ഫോട്ടോ കെമിക്കൽ ഡിപ്ലീഷന് കാരണമാകുന്നത്. The Montreal Protocol was called to examine the emission of option A e-waste, option B UV radiation, option C CFCs, option D all of these. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്തിനെ എക്സാമിൻ ചെയ്യാനാണ്? എന്തിൻ്റെ എമിഷനെ എക്സാമിൻ ചെയ്യാനാണ് എന്നുള്ളതാണ് ചോദ്യം. സോ ഓപ്ഷൻ സി CFC ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ എഗ്രിമെൻ്റ് ആയിരുന്നു. അത് സ്ട്രാറ്റോസ്ഫിയറിക് ആയ ഓസോൺ ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ അനലൈസ് ചെയ്തത് എന്തിനെയാണ്? പ്രൊഡക്ഷനും അതുപോലെ കൺസപ്ഷനും ഒക്കെയാണ്. അങ്ങനെ അനലൈസ് ചെയ്തത് ഓസോൺ ഡിപ്ലീറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ്. അപ്പോൾ അതിലൊന്നാണ് എന്ത്? CFC, അതായത് ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്നത്.
എക്കോളജിക്കൽ സക്സഷനിൽ വരുന്ന ഇൻകറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് ഏത്? ഓപ്ഷൻ എ ഫുഡ് ചെയിൻ റിലേഷൻഷിപ്പ് ബിക്കം മോർ കോംപ്ലെക്സ്. ഓപ്ഷൻ ബി സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി ഇൻക്രീസസ് ആസ് സക്സഷൻ പ്രൊസീഡ്സ്. ഓപ്ഷൻ സി റോൾ ഓഫ് ഡീകമ്പോസേഴ്സ് ബിക്കം ഓൾ ദ മോർ ഇമ്പോർട്ടൻറ്റ്. ഓപ്ഷൻ ഡി ഇറ്റ്സ് എ റാൻഡം പ്രോസസ്. ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഇസ് എ റാൻഡം പ്രോസസ് എന്നുള്ളതാണ്. നമുക്കറിയാം അല്ലെ, എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രാജുവൽ ആയിട്ട് നടക്കുന്ന, കുറെ വർഷങ്ങളൊക്കെ എടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിപ്പോൾ പ്രൈമറി സക്സഷൻ ആയിക്കോട്ടെ സെക്കൻഡറി സക്സഷൻ ആയിക്കോട്ടെ, രണ്ടും എന്താണ്, കുറച്ച് ടൈം എടുത്ത് ഗ്രാജുവൽ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സക്സഷൻ ആണ്. അപ്പോൾ അതൊരു റാൻഡം പ്രോസസ് അല്ലെന്ന് തന്നെ പറയേണ്ടതായിട്ടുണ്ട്. Acid rain is caused by the increase in concentration of option A SO2 and NO2, option B CO and CO2, option C CO and SO3, option D O3 and dust. അപ്പോൾ ആസിഡ് റെയിൻ എന്ന് പറയുന്നത് എന്തിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ എ SO2 and NO2 ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. സോ ആസിഡ് റെയിൻ എന്ന് പറയുന്നത് ഒരു precipitation ആണ് വിത്ത് pH എന്ന് പറയുന്നത് ലെസ് ദാൻ 5 ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടുത്തെ ഒരു മിക്സ്ചർ എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡും അതുപോലെ നൈട്രിക് ആസിഡിന്റെ ഒക്കെ മിക്സ്ചേഴ്സ് ആണ്. അപ്പോൾ ഇവരാണ് എന്ത് ചെയ്യുന്നത്, precipitate ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന കോമ്പൗണ്ടുകൾ, അതായത് SO2 അതുപോലെ NO2 എന്നൊക്കെ പറയുന്നത് അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ഹൈ ആയിട്ട് ഉയരുകയും അവിടെ വെച്ച് റിയാക്ഷൻ നടന്നിട്ടാണ് ആസിഡ് റെയിൻ ആയിട്ട് ഭൂമിയിലോട്ട് പതിക്കുന്നത്. ഇവ നമ്മുടെ കാടുകളെയും അതുപോലെ വെജിറ്റേഷനും ബിൽഡിങ്ങും എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്, അസിഡിഫൈ ചെയ്യുന്നുണ്ട്. അതുവഴിയായിട്ട് നമുക്ക് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഡാമേജസ് ഉണ്ടാക്കുന്നുണ്ട്. ഡിറ്റർമൈൻ വിച്ച് പെയർ ഇസ് കറക്റ്റ്ലി മാച്ച്ഡ്. ഇപ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കറക്റ്റായിട്ട് മാച്ച് ചെയ്ത പെയർ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ബേസൽ കൺവെൻഷൻ ബയോഡൈവേഴ്സിറ്റി കൺവേർഷൻ. ഓപ്ഷൻ ബി ക്യോട്ടോ പ്രോട്ടോകോൾ ക്ലൈമറ്റ് ചേഞ്ച്. ഓപ്ഷൻ സി മോൺട്രിയൽ പ്രോട്ടോകോൾ ഗ്ലോബൽ വാർമിംഗ്. ഓപ്ഷൻ ഡി റാംസർ ഗ്രൗണ്ട് വാട്ടർ കൺവെൻഷൻ പൊല്യൂഷൻ. സോ ഓപ്ഷൻ ബി ക്യോട്ടോ പ്രോട്ടോകോൾ ക്ലൈമറ്റ് ചേഞ്ച് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. The Montreal Protocol, which calls for action to protect the ozone layer from human activities, was adopted in. മോൺട്രിയൽ പ്രോട്ടോകോൾ അഡോപ്റ്റ് ചെയ്യപ്പെട്ട വർഷം ഏത് എന്നുള്ളതാണ് ചോദ്യം. സോ ഓപ്ഷൻ എ 1987, ഓപ്ഷൻ ബി 1988, ഓപ്ഷൻ സി 1985, ഓപ്ഷൻ ഡി 1986. മോൺട്രിയൽ പ്രോട്ടോകോൾ അഡോപ്റ്റ് ചെയ്ത വർഷം എന്ന് പറയുന്നത് ഓപ്ഷൻ എ 1987 ആണ്. എൻവയോൺമെന്റിലുള്ള ലോസും പ്രോട്ടോകോൾസും നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇയറും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്നത് 1973 അപ്പോൾ അത് വന്നത് ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫോറസ്റ്റിലുള്ള മരം മുറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചിപ്കോ മൂവ്മെന്റ് എന്ന് പറയുന്ന എൻവയോൺമെന്റൽ മൂവ്മെന്റ് ഉണ്ടായത്. അടുത്തത് വാട്ടർ ആക്ട് ആണ്. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷനും വെള്ളത്തിന്റെ കൺട്രോളിനും അതുപോലെ മെയിൻ്റെനൻസിനും ഒക്കെ വേണ്ടിയിട്ടാണ് വാട്ടർ ആക്ട് കൊണ്ടുവന്നത്. അത് 1974 ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് വന്നത് 1980s ഫോറസ്റ്റിന്റെ പ്രൊട്ടക്ഷനും അതുപോലെ ഫയർ ക്യാച്ച് ചെയ്യുന്നതിനും ഒക്കെ പ്രിവെൻഷനും അവരുടെ ഇംപ്രൂവ്മെന്റിനും ഒക്കെ വേണ്ടിയിട്ടാണ് ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ് വന്നത്. എയർ പൊല്യൂഷനെതിരെയാണ് എയർ ആക്ട് വന്നത്. അത് 1981 നിലവിൽ വന്നത്. അതുപോലെ എയർ ആക്ട് അമെൻമെന്റ് എന്ന് പറയുന്നത് 1987 എൻവയോൺമെന്റ് ആക്ട് എന്ന് പറയുന്നത് 1986 മോൺട്രിയൽ പ്രോട്ടോകോൾ നമ്മൾ പറഞ്ഞു 1987 നിലവിൽ വന്നത്. മോൺട്രിയൽ പ്രോട്ടോകോൾ മെയിനായിട്ട് എന്തിനാണ് എയിം ചെയ്തത്? ഓസോൺ ലെയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഓസോൺ ലെയറിൽ ഉണ്ടാവുന്ന ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസുകളെ പറ്റിയുള്ള സ്റ്റഡി ആയിരുന്നു മോൺട്രിയൽ പ്രോട്ടോകോളിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. നാഷണൽ ഫോറസ്റ്റ് പോളിസി വന്നത് 1988 ഇതിന്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് എംപവർ ചെയ്യുക എന്നുള്ളതായിരുന്നു. ലോക്കൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെയൊക്കെ എംപവർ ചെയ്യുക, അതുപോലെ ഡെവലപ്മെന്റ് ഓഫ് ഫോറസ്റ്റിനും എയിം ചെയ്തുകൊണ്ടാണ് നാഷണൽ ഫോറസ്റ്റ് പോളിസി നിലവിൽ വന്നത്. ഇനിയുള്ളത് ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്. ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് 1997 വന്നത്. അതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്തായിരുന്നു? എമിഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. What plant species would you choose for the production of bioethanol? ബയോഎത്തനോളിന്റെ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്ന പ്ലാന്റ് സ്പീഷീസ് ഏതാണ്? ഓപ്ഷൻ എ സിയാമേസ്, ഓപ്ഷൻ ബി പുങ്കീമിയ, ഓപ്ഷൻ സി ജെട്രോപ്പ, ഓപ്ഷൻ ഡി ബ്രാസിക്ക.
സോ ബയോ എത്തനോളിന്റെ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്ന പ്ലാന്റ് സ്പീഷീസ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ജെട്രോപ്പയാണ്. ഇതിനെയാണ് ജെട്രോപ്പ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ദ ഫുൾ ഫോം ഓഫ് BOD. BODയുടെ ഫുൾ ഫോം ഏതാണ്? ഓപ്ഷൻ എ ബയോളജിക്കൽ ഓർഗാനിസം ഡെത്ത്, ഓപ്ഷൻ ബി ബയോട്ടിക് ഓക്സിജൻ ഡിമാൻഡ്, ഓപ്ഷൻ സി ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ഓപ്ഷൻ ഡി ബയോളജിക്കൽ ഓർഗനൈസേഷൻ ഡേ. സോ ഓപ്ഷൻ സി ആണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. On the sand, ecological succession is option A Halocery, option B Cerocery, option C Hydrocery, option D Samocery. So option D Samocery ആണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. സോ എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുമ്പോൾ അത് സലൈൻ ഹാബിറ്റായിട്ടുള്ളതിനെയാണ് നമ്മൾ ഹാലോസെറി എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. സെറോസെറി എന്ന് വെച്ചാൽ അത് ഡെസേർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത സക്സഷനെയാണ് വിളിക്കുന്നത്. ഹൈഡ്രോസെറി എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഹൈഡ്രോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വാട്ടർ ആണ്. അപ്പോൾ ഹൈഡ്രോസെറി എന്ന് പറയുന്നത് അക്വാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വെള്ളവുമായിട്ട് റിലേറ്റ് ചെയ്ത എക്കോളജിക്കൽ സക്സഷനെയാണ് ഹൈഡ്രോസെറി എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസും സജഷൻസും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മി യുവർ ബണ്ണി സൈനിങ് ഓഫ്. താങ്ക് യു.